നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആ മൊമെൻറ്റിനെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ എനിക്ക് അത് ചെയ്തപ്പം ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായിന്ന്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചണോ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു രോമാഞ്ചത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് അപ്പോൾ ആ നിമിഷം നമ്മൾ വേറെ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കണില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ന ജാതിയാണോ, ഇന്ന മതമാണോ, ഇന്ന പേരാണോ ഒന്നും ചിന്തിക്കണില്ല. നമ്മുടെ ശരീരത്തിന് കിട്ടിയ ഒരു നല്ല അനുഭവം നമ്മൾ യാതൊരു തരത്തിലുള്ള ലേബലും ഇല്ലാതെയാണ് നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യണത്, അല്ലേ? എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ രോമാഞ്ചം അല്ലെങ്കിൽ ഈ രോമാഞ്ചം ഉണ്ടാവാൻ കാരണമായ പ്രവർത്തനം നിരന്തരം നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു രോമാഞ്ചം വെച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പം അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിരന്തരം ഈ ശരീരം പ്രവർത്തിക്കുന്ന ആ അവസ്ഥയുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ്റെയും ആവശ്യമില്ല, ഒരു ഗൂസ് ബമ്പും അടിക്കണ്ട. അപ്പം നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്ന ശ്വാസത്തെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ ഈ പ്രവൃത്തിയുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ പ്രവൃത്തി കഴിഞ്ഞാൽ ഒരു ദീർഘശ്വാസം വിടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ ശ്വാസം അടക്കി ചെയ്യാനുള്ള ഒരു കാര്യവും ഇവിടെ ഇല്ല. എന്നതുപോലെ തന്നെ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ അഡിക്റ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ ഈ ശരീരത്തിന് താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങൾ അന്വേഷിച്ച് അതിനെ തേടിയിട്ട് ഇതിനെയും കൊണ്ട് നമ്മൾ അലയേണ്ട കാര്യമില്ല. അങ്ങനെ അലയുമ്പോഴാണ് അതിന് വേണ്ടാത്തതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും നമ്മൾ കാലാണെങ്കിലും കൈയാണെങ്കിലും വലിച്ച് നടക്കേണ്ടി വരുന്നതും. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ആ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം. അല്ലാതെ എനിക്ക് സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു പോണ കാര്യങ്ങൾ അത് സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ അവർ എന്താണോ ചെയ്തത് അതിനെ കോപ്പി അടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഒരിക്കലും തുടരാൻ സാധിക്കില്ല. ഈ ലോകത്തുള്ള എന്ത് കാര്യമായിക്കോട്ടെ, അതായത് നമ്മുടെ ശരീരത്തിന് സുഖമുണ്ടാക്കാമെന്ന് നമ്മൾ ധരിക്കണ എത്ര കോടിക്കണക്കിന് വിലയുള്ള സാധനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച കാര്യമായിക്കോട്ടെ, അതിനൊന്നും ഒരു കാലത്തും തുടർച്ച വരാൻ പോണില്ല. കാരണം ഈ ശരീരം ഉണ്ടാവാൻ കാരണമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ആകാശവും ഈ ഭൂമിയും കൂടിയിട്ടാണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ അവസ്ഥയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് അതിന് സാധിക്കുമെന്ന് കരുതുന്നവൻ എത്ര വലിയ വിഡ്ഢിയാണ്. കാരണം ഈ ശരീരത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ വരുന്നത് ഒരിക്കലും എൻ്റെയോ നിങ്ങളുടെയോ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ആ ബോധത്തിൽ നിന്നാണ് ഇതിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ബുദ്ധിയെ മാറ്റിവെച്ച് നമ്മളുടെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണെന്ന് എവിടെയാണോ നമുക്ക് തോന്നുന്നത്, ഈ യാത്രയിൽ എവിടെയെല്ലാമാണോ നമ്മൾ വിധിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അങ്ങനത്തെ ഒരു ഭാഗം നമ്മളിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഈ യാത്ര എന്ന് പറയുന്നത് അവിടെ നടക്കണില്ല. കാരണം എന്താ, ഈ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം ഞാൻ ഇന്നതാണെന്നൊരു മനുഷ്യൻ വിചാരിക്കുന്നിടത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് അവൻ കംപ്ലീറ്റ് ഡിസ്കണക്റ്റായി. കാരണം ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടേണ്ട രീതികൾ മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചിട്ട് ഞാൻ അതാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുമ്പം അവിടെയും ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ അവസ്ഥയെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ മറ്റുള്ളവർ ശരിയാക്കാൻ നടക്കുന്നത്. കാരണം എന്താ, ഇത്രയും കാലം ഞാൻ പിന്തുടർന്നിട്ട് എനിക്ക് യാതൊരു വിധത്തിലും ഇതിൻ്റെ സവിശേഷതയെ അറിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സവിശേഷത എനിക്കറിയാം. അപ്പോൾ ഇനി ബാക്കിയുള്ള അടുത്ത ആളും കൂടി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥത കിട്ടുമെന്ന് ഞാൻ വെറുതെ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മതമായാലും ഈ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും എൻ്റെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ തലമുറകളായിട്ട് ഈ അടിച്ചേൽപ്പിക്കൽ വരാനുള്ള കാരണം ഇതാണ്.
അല്ലെങ്കിൽ എല്ലാ മതത്തിലും പറയണത് എന്താ, ഇത് നീയാണ് സത്യം, അല്ലെങ്കിൽ ഞാനാണ് സത്യം, അല്ലെങ്കിൽ ഈ ദൈവം പ്രവർത്തിക്കുന്നത് നിന്നിലാണ്. ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് ഉറപ്പില്ലാത്തത്? കാരണം ഈ അടിച്ചേൽപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റണില്ല. കാരണം നമുക്കൊരു മുട്ടുവേദന വന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് ആ മുട്ടുവേദന മാറ്റണതെങ്കിൽ പിന്നെയും ഓരോ വേദനയ്ക്കും നമ്മൾ ഈ ഡോക്ടർമാരെ സമീപിക്കേണ്ടി വരും. മറിച്ച് ആ മുട്ടുവേദനയ്ക്ക് ഇന്നതാണ് കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തന്നെ റെക്ടിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സിലൂടെ കൊണ്ടുവന്നിട്ട് ആ വേദന മാറ്റുമ്പം അവിടെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ സിസ്റ്റവുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് മനസ്സിലാവുന്നത് എന്ത്, ഇതിൽ വരുന്ന കാര്യത്തിനും കാരണത്തിനും ഞാൻ മറ്റാരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ അവസ്ഥയെ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ ഇൻ്റലിജൻസും ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയാണ്, മഴ പെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കോടാനുകോടി ജീവജാലങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ഈ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒന്നിൻ്റെ കാരണം എന്ന് നമ്മൾ അവിടെ അറിയാണ്. അവിടെ നിന്ന് പിന്നെ എന്തിനന്വേഷിച്ച് പോകാനാ? അല്ലെങ്കിൽ ഈ ശരീരത്തിന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമ്മൾക്ക് ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ എത്രത്തോളം ശ്രദ്ധിക്കാൻ സാധിക്കണം. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ വളരെ കുറഞ്ഞ അളവിൽ കൊണ്ടുവരുമ്പം പിന്നെയും അതിനെ ശ്രദ്ധിക്കാനുള്ള അവസ്ഥ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു വരികയാണ്. അതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്തൊരു സൂര്യനുണ്ട്, അപ്പോൾ ആ സൂര്യൻ പ്രവർത്തിക്കണോണ്ട് ഇല്ല, ഒരു കാര്യമില്ല. മനസ്സിലായോ? പക്ഷെ ആ സൂര്യനുമായിട്ടുള്ള ബന്ധം എന്നിലെങ്ങനെയാണ് പ്രവർത്തിക്കണതെന്ന് ഞാൻ അറിയുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ ശ്വാസമുണ്ട്, അല്ലെങ്കിൽ വായുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ വായു എൻ്റെ ശരീരത്തിലേക്ക് വന്നിട്ട് അത് എന്നിലെങ്ങനെ പ്രവർത്തിക്കണത് എന്ന് കാണുമ്പോഴാണ് ആ വായുവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ വെള്ളവുമായിട്ടുള്ള ബന്ധം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ദൈവം എവിടെയുണ്ട്, പക്ഷെ ആ ദൈവത്തിൻ്റെ ശക്തി എന്നിലെങ്ങനെ പ്രവർത്തിക്കണം, അപ്പം മാത്രമേ ആ ദൈവവുമായിട്ടുള്ള അടുപ്പം അവിടെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇതെല്ലാം കഴിവുള്ള ഒരാൾ എന്നിലൂടെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് മാത്രമാണ് ഒരു വ്യക്തിയുടെ പ്രോബ്ലം. ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പോസ്ചർ എങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഇന്നർ വിഷൻ ഉണ്ട്. ആ ഒരു വേണമെങ്കിൽ അതിന് ഇന്നർ ജേണി എന്നൊക്കെ ആൾക്കാർ വിളിക്കണം. എന്നതുപോലെ ഈ ശരീരം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ശിഷ്ടം വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേസ് വരുന്നുണ്ടോ, എന്തെങ്കിലും കഷ്ടം വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ ഞാൻ ഉപയോഗിക്കാതെ ഞാൻ ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിൽ മാത്രമേ ഇതിൽ പ്രോബ്ലം ഉള്ളൂ. അല്ലെങ്കിൽ എവിടെയാണ് പ്രോബ്ലം? എന്ത് പ്രോബ്ലമാണ്? ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവർ പറയാം തിങ്കളാഴ്ച ഭയങ്കര ബോറിങ് ഡേ ആണ്. എന്താണ് ആ ബോറിങ് ഡേ? കാരണം അവർ വേറെ എന്തോ കാര്യത്തിൽ ലോക്കാണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ കമ്മിറ്റഡാണ്. അപ്പോൾ ആ കമ്മിറ്റഡായ അവസ്ഥ കൊണ്ടാണ് ഇന്ന് തിങ്കളാഴ്ച പ്രോബ്ലം വന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ ഞായറാഴ്ചയും ഇന്നത്തെ തിങ്കളാഴ്ചയും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഈ ശരീരത്തെ സമയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുപാടും പ്രവർത്തിക്കുന്ന ഈ അവസ്ഥയിലല്ലാതെ എൻ്റെ ജീവിതം ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ എന്നിലുണ്ട് എന്ന് കാണണമെങ്കിൽ ഈ സമയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ശരീരത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനുമായിട്ടുള്ള അല്ലെങ്കിൽ ആകാശവുമായിട്ടുള്ള ആ ബന്ധം ഓപ്പൺ ആവുള്ളൂ.
അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് എല്ലാ സൂക്ഷ്മതലങ്ങളെയും പറ്റിയിട്ട് അല്ലെങ്കിൽ അഷ്ടസിദ്ധികളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കിടക്കുകയും ചെയ്യും. ഈ ശരീരം നശിച്ചു പോയാലും, അതായത് ചത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നത് പോലെ, എന്നാലോ ആത്മഹത്യ ചെയ്യാൻ സാധിക്കാത്തതുപോലെ ഇതിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരും. സ്വർഗമെന്ന് പറയുന്നത് ഈ പൂർണ്ണമായ